എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് തയ്ച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു കുർത്തി ഇതിൻ്റെ നെക്ക് ഡിസൈനും ഒക്കെ എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ 2 കളർ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ളതും ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ക്ലോത്ത് എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയലാണ്. മറ്റേത് വന്നിട്ട് നമ്മൾ പ്യുവർ കോട്ടൺ, അതായത് അജ്രക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതുപോലുള്ള മെറ്റീരിയലാണ്. ബ്ലോക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള തറ്റത്ത് കൂടെ ഒരു വർക്ക് വരുന്ന മെറ്റീരിയലാണ്. അത് കുറച്ച് റേറ്റ് ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് ഞാൻ 1/2 മീറ്റർ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇതേപോലെ ഫ്രണ്ടിലെയും ബാക്കിലെയും ഷോൾഡറും ആം ഹോളും സൈഡിലെ അളവുകൾ പ്രകാരവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു നോർമൽ സൽവാർ, അതായത് സ്ട്രെയിറ്റ് കുർത്തി, സ്ലിറ്റഡ് ആയിട്ടുള്ള കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വീണ്ടും കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡിൽ കൊടുക്കാം. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അതിനുശേഷം നമുക്കിനി ഇവിടുന്ന് ഫ്രണ്ടിലെ പീസ് മാറ്റി വയ്ക്കാം. കാരണം ഫ്രണ്ടിലെ നെക്ക് നമ്മൾ ക്യാൻവാസ് പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ പീസ് മാറ്റി വയ്ക്കാം. ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസ് എടുത്തിട്ട് നമ്മൾ ബോട്ട് നെക്കാണ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ 4.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ നോർമൽ രീതിയിലാണ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ബോട്ട് നെക്ക് മോഡലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 4.5 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. ഇറക്കം കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഒട്ടും ഇറക്കം ബാക്കിലെ നെക്കിന് ഇറക്കം വേണ്ട, നിങ്ങൾക്ക് ബാക്കിലെ നെക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെയാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. വല്ലാണ്ട് കുറച്ച്, അതായത് നമ്മൾ ഷോൾഡർ ചെയ്യുന്നത് പോലെ 1/2 ഇഞ്ചിൽ കൊടുക്കരുത്. 1/2 ഇഞ്ചിൽ കൊടുക്കുമ്പോൾ നമുക്ക് കഴുത്ത് വഴി അത് ഇറങ്ങി കിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സിബ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് കൊടുത്തിട്ട് ഞാനിവിടെ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഷോൾഡർ 1/2 ഇഞ്ചിലൊന്ന് സ്ലോപ്പ് ചെയ്തിട്ടും കൂടി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് പേപ്പർ വേണം. ക്യാൻവാസ് പേപ്പറിൻ്റെ ഞാനിവിടെ എടുത്തിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ച് വിഡ്ത്തും 16 ഇഞ്ച് ഇറക്കവുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതേപോലെ നമ്മൾ 2 ആക്കി മടക്കിയിടാം. അപ്പോൾ ക്യാൻവാസ് പേപ്പർ എന്നതുപോലെ നമ്മൾ 2 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. 2 ആക്കി മടക്കിയിടുമ്പോൾ ഒരു സൈഡിലേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചും ലെങ്ത്ത് 16 ഇഞ്ചുമാണ്. അപ്പോൾ ഈ മുകളിലുള്ള 6 ഇഞ്ച് അങ്ങനെ തന്നെ 6 ഇഞ്ച് വിടുകയാണ്. അതിൽ ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല. താഴേക്ക് വരുമ്പോൾ ഞാൻ 4.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. താഴത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 ഇഞ്ചാണ് കൊടുക്കണേ. എന്നിട്ട് ഈ 2 പോയിൻറ്റ് നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് കറക്റ്റ് എന്താ പറയുക, ഒരു ഗ്ലാസ് ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് നമ്മൾ സ്ക്വയർ ആയിട്ടല്ല വരയ്ക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് സ്ക്വയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കാം. പക്ഷെ ഞാനിവിടെ ഒരു ഗ്ലാസ് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിൽക്ക് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പം ഓൾറെഡി നമ്മൾ ബോട്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ 4.5 ഇഞ്ചാണ് നമ്മുടെ വിഡ്ത്ത്. അപ്പം നമ്മൾ വിഡ്ത്തിനനുസരിച്ചിട്ട് 4.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇറക്കം കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യണത് എന്താ വെച്ചാൽ നമ്മളൊരു ഹോള് പോലെ ഒരു ഹോള് കൊടുക്കുന്നുണ്ട്. അതായത് കുറച്ചൊരു ഓപ്പൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഒരു കർവ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാധാരണ നമ്മൾ സാധാരണ നമ്മൾ ചുരിദാറിന് എത്രയാണോ ലെങ്ത്ത് എടുക്കുക എന്ന് വെച്ചാൽ ആ ലെങ്ത്ത് എടുക്കുക. അതായത് നിങ്ങളുടെ സേഫ്റ്റി അനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കുക. ഒത്തിരി ഇറക്കം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഇറക്കം എടുക്കുക എന്ന് വെച്ചാൽ ആ ഇറക്കം എടുക്കുക. ഞാൻ സാധാരണ 6 ഇഞ്ചാണ് എടുക്കാറ്. അപ്പോൾ ആ 6 ഇഞ്ച് തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ 1 ഇഞ്ച് വിഡ്ത്തും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വിഡ്ത്ത് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം. ജസ്റ്റ് ഇതേപോലെ 1 ഇഞ്ച് വിഡ്ത്തും കൂടി എടുത്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വരച്ചെടുത്ത ഈ അളവ് പ്രകാരം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ സൈഡിലുള്ള അളവും, അതായത് നമ്മൾ ഗ്ലാസ് ഷേപ്പിൽ വരച്ചില്ലേ ആ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നിവർത്തുമ്പോൾ ഇതുപോലൊരു ഷേപ്പാണ് വന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ അതായത് നെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ഇതിലൊരു പശയുണ്ടാവും. ഈ പശയുള്ള ഭാഗം വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ്, അതായത് 3 സൈഡും കൂടി ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സൈഡിലേക്ക് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിലെ പീസ്, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ ചീത്ത വശം അത് നമ്മൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് മടക്കി ഇടുമ്പോൾ ഇതുപോലെ നമുക്കൊരു മടക്ക് വരും. ആ മടക്കിലൂടെ നമുക്കൊരു ലൈൻ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നെക്ക് ചെയ്തെടുത്ത പീസും കറക്റ്റ് മടക്കുമ്പോൾ അവിടെയും അതിൻ്റെ സെൻറ്ററിലൊരു മടക്ക് വരും. ആ മടക്ക് നമ്മൾ കറക്റ്റായിട്ടിരിക്കണം. അതായത്
നമ്മൾ വെക്കുന്നത് കറക്റ്റ് സെൻറ്ററിലാവാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ഭാഗത്തും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലെ പീസിൻ്റെ ചീത്ത വശത്തിൻ്റെ മുകളിൽ നമ്മൾ നെക്ക് ചെയ്ത പീസിൻ്റെ നല്ല വശമാണ് വെക്കുന്നത്. അതായത് ക്യാൻവാസ് പേപ്പർ മുകളിൽ കാണത്തക്ക രീതിയിലാണ് നമ്മൾ വെക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കുക കേട്ടോ. അതിനാണ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലെ പീസിലായാലും ശരി, നമ്മൾ നെക്ക് ചെയ്തിട്ടുള്ള പീസിലായാലും ശരി, നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചതിന് ശേഷം അവിടെ എവിടെയൊക്കെ ആയിട്ട് പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തതിന് ശേഷം നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ ആ കീ ഹോളിൻ്റെ ഭാഗം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ബാക്കി ഭാഗം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ഉള്ള ക്ലോത്ത്, നടുക്ക് വരുന്ന ക്ലോത്തൊക്കെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് അതായത് ഒരു കുറച്ച് തയ്യൽ തുണി അവിടെ വയ്ക്കുക. അതായത് ഒരു 1/4 ഇഞ്ചിൽ തുണി വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്യുക. ബാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള തുണി ഉണ്ടല്ലോ, ആ തുണിയിൽ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. ചെറിയ ചെറിയ കട്ട് കൊടുത്താലാണ് നമുക്ക് മറിച്ചെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായിട്ട് കിട്ടുക. അപ്പോൾ ഇതേപോലെ നമ്മൾ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്നത് നമ്മൾ ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തേക്കാണ് നമ്മൾ മറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്ക് അവിടെ, അതായത് ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഡിസൈനിൻ്റെ നല്ല വശവും വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ നെക്ക് ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നെക്ക് ഞാനിവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പക്കാ പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഞാൻ ചെറിയ രീതിയിൽ ആ ഒരു ക്ലോത്ത്, നമ്മുടെ നല്ല ക്ലോത്ത് കാണുന്ന രീതിയിൽ, ചെറിയ രീതിയിൽ ഒരു പൈപ്പിംഗ് പോലെ കാണുന്ന രീതിയിലാണ് ഞാൻ നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറിയ രീതിയിൽ പൈപ്പിംഗ് പോലെ നമ്മൾ ഇതേപോലെ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ അവിടെ ഇവിടെയായിട്ട് ചെറുങ്ങനെ ഒന്ന് പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. എന്തിനാണ് പിൻ കുത്തി കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ ലേസിന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇളകി പോവരുത്, ആ ഒരു സ്ഥലം മാറിപ്പോവരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ലേസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിൽ, അതായത് ചെറിയൊരു ട്രയാങ്കിൾ പോലെ മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് പുറത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ പുറത്ത് സ്റ്റിച്ച് ചെയ്യുക. എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ ലേസ് വെച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആ ബാക്കി 3 ഭാഗങ്ങളുണ്ടല്ലോ, ആ 3 ഭാഗങ്ങളൊന്ന് പതിച്ചടിക്കണം. എന്നാലല്ലേ അവിടെ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലേസ് കൊടുക്കുകയാണെങ്കിൽ ലേസിനോടൊപ്പം പതിച്ചടിക്കുക. ലേസ് കൊടുക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 3 വശം മാത്രം ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നെക്ക് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇരിക്കേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കെട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ബട്ടൺ കൊടുത്ത് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ പക്ഷേ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വിടുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇതുപോലൊരു പീസ് എടുത്തിട്ട് കെട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കെട്ട് കൊടുക്കാം. ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ മറിച്ചെടുക്കുക എന്നുള്ള ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചാനലിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഫ്രണ്ടിലുള്ള പീസ് നമ്മൾ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തത്. ബാക്കിലെ പീസ് നമുക്ക് ക്യാൻവാസ് പേപ്പർ ഒന്നും വേണ്ട, ഇതിന് തന്നെ ഒരു പീസ് എടുത്താൽ മതി. അപ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതേപോലെ പീസ് വെക്കുക. വെച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തി കൊടുത്തിട്ട് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ക്ലോത്തിൽ ചെറിയ ചെറിയ കട്ട് കൊടുത്തിട്ട് മറയ്ക്കുക. മറച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുക. അപ്പം നമ്മൾ നെക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് കിട്ടും. പിന്നെ ഈ ബാക്കി വരുന്ന ഉള്ളിലേക്ക് വരുന്ന എക്സ്ട്രാ ക്ലോത്ത് ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ബാക്കി ഹെമ്മിങ് ചെയ്തിട്ട് പെർഫെക്റ്റ് ആക്കിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഫ്രണ്ടിലെ പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ബാക്കിലെ പീസിൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കണം. 2 സ്റ്റിച്ച് കൊടുത്തിട്ട് സെക്യൂർ ചെയ്യണം, അല്ലാണ്ട് ഒറ്റ സ്റ്റിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ തുണി 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. എൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ടാണ് ഞാൻ മടക്കിയിട്ടത്. 10 ഇഞ്ച് വിഡ്ത്തിലാണ് മടക്കിയിട്ടിട്ടുള്ളത്. 10 ഇഞ്ച് തന്നെയാണ് ലെങ്ത്തും എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറമെ നമ്മൾ വേറെ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 3/4 ആണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത്ത് പ്രിഫർ ചെയ്യുക കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ കുഴിച്ച് വരയ്ക്കുന്നത് പോലെ തന്നെ മുകളിൽ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് 3.5 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. താഴത്തുള്ള വണ്ണവും അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ സൈഡും വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ഒപ്പം തന്നെ നമ്മൾ സെൻറ്ററിലൊരു കട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസാണിത്. നേരത്തെ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ക്ലോത്തിൽ നിന്ന് നമ്മൾ കുറച്ച് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ലെങ്ത്തും വിഡ്ത്തും ഒക്കെ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ആ ക്ലോത്തിൻ്റെ നല്ല വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ സ്റ്റിച്ച് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ലേസും കൂടി കൊടുക്കുന്നുണ്ട് ഇതേപോലെ.
അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം ലേസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ചിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ സ്ക്രീനിൽ കാണുന്ന പോലെ 1/2 ഇഞ്ചിൽ നിങ്ങൾ ക്ലോത്ത് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്യുക. അയൺ ചെയ്തിട്ട് ഒന്നിച്ചിട്ട് ലേസും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മളത് കുർത്തിയിലേക്ക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡ് നമ്മുടെ അളവിനനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, താഴ്വശം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ ലെങ്ത്തായി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ നമ്മുടെ ചാനലിൽ പോയിട്ട് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ അയക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.